നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വന്നത് കരകുളം പഞ്ചായത്തിന്റെ ഇവിടെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. നേരത്തെ ഹരിതകർമ്മ സേനയുടെ വേസ്റ്റ് നിക്ഷേപം കുറച്ച് തൊട്ടപ്പുറത്തായിരുന്നു. ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും പിന്നെ റോഡ് വളരെ മോശമായിട്ടും റോഡ് അരിവിൽ അടുക്കി വെച്ചും ചെയ്ത ഒരു കാര്യത്തിൽ ഞാൻ ഇവിടെ നേരത്തെ വീഡിയോയ്ക്ക് വന്നിരുന്നു. അന്നും ഈ മെമ്പർ തന്നെയായിരുന്നു, ഇവിടുത്തെ ശ്രീകല മേഡം തന്നെയായിരുന്നു ഈ കരകുളം പഞ്ചായത്തിൽ 5-ാം വാർഡിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയെ പിടിച്ച് ഹരിതകർമ്മ സേന വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഒരു പട്ടി ഇട്ടേക്കാണ്. ഞാൻ വരുന്ന സമയത്ത് വായിൽ നരയും പൊതയും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചുറ്റുപാടും പട്ടിയുള്ളതാണ്, കുടുംബക്കാരുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഈ പട്ടികൾ ഒരിടത്ത് കിടന്നാലും കൂടെ കൂട്ടിയിട്ടിരുന്നാലും ശരി, ചുറ്റുപാടുള്ള പട്ടികൾ ഇതിൻ്റെ കൂട്ടിൻ്റെ അടുത്ത് വരും. അതിൻ്റെ സ്മെല്ല് കേട്ടാൽ വന്ന് മണപ്പിക്കും. ഈ പേവിഷബാധ ബാധിക്കാൻ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചത് ഈ പട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് വൈറസ് ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഈ പട്ടി വന്ന് കൂടുതൽ നക്കുകയോ അല്ലെങ്കിൽ ആ പട്ടി അടുത്ത് പോകുമ്പോഴേ നമുക്കറിയാം ഈ മറ്റു പട്ടി വന്ന് ഉമ്മ വയ്ക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, മുഖത്ത് മണപ്പിക്കുന്ന. ഈ രീതി മാത്രം മതി. ഈ പട്ടി എന്ത് ഇത് കഴിഞ്ഞ് ചുറ്റുപാട് ജനവാസം ഉള്ളതും അവർ വീട്ടിൽ വളർത്തുന്ന പട്ടിയുമാണ്. അവിടെ ചെന്ന് മറ്റുള്ളവരെ കൊച്ചു പിള്ളേരെ നക്കുകയോ അല്ലെങ്കിൽ അവിടെ തൊടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പേവിഷബാധ പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചുറ്റും നാട്ടുകാരുടെ പ്രതിഷേധം തന്നെ കാണാം. ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഹരിതകർമ്മ സേന വേസ്റ്റ് നിക്ഷേപിക്കുന്ന സ്ഥലത്ത് പട്ടി അടച്ചിട്ടിട്ട് ആ വേസ്റ്റിനെ തൊട്ടടുത്ത് നിക്ഷേപിക്കുന്ന ഒരു സംവിധാനം. അത് ഈ കരകുളം പഞ്ചായത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കരകുളം പഞ്ചായത്ത് മാത്രമല്ല, ഈ ഹരിതകർമ്മ സേന ആക്രിക്ക് മാത്രം വേസ്റ്റ് നിക്ഷേപിക്കുക, ബാക്കിയുള്ളത് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. അതേപോലെയാണ് ഇതിപ്പം അവിടെ പ്രശ്നമല്ല, ഹരിതകർമ്മ സേനയുടേതല്ല. ഹരിതകർമ്മ സേനയ്ക്ക് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി കരകുളം 5-ാം വാർഡിൽ അല്ല, ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞത് ശ്രീകലയാണ്. അപ്പോൾ ശ്രീകല മേഡം കാണിച്ചു കൂട്ടുന്ന ഒരു വേലയാണ്. ഇതിൻ്റെ അകത്ത് പട്ടിയാണ്. ഒരു പട്ടി പേവിഷബാധ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ വന്നപ്പോഴും വായിൽ നിരയും പതയൊക്കെ വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ ആ പട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊല്ലാകൊല ചെയ്യണോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, മൃഗാശുപത്രി വഴി ഈ പേവിഷബാധ ബാധിക്കുന്ന പട്ടികൾ എന്ത് ചെയ്യണം എന്നൊക്കെ നല്ലതായിട്ട് അറിയാം. അപ്പം ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് ഈ കൂട്ടിൽ നിന്നും പട്ടിയെ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് എന്തായിരുന്നാലും ഇവിടുത്തെ നാട്ടുകാർ കൂടിയിട്ടുണ്ട്, നമ്മുടെ കോൺഗ്രസിൻ്റെ ചുമതലപ്പെട്ട നേതാക്കന്മാരുണ്ട്, BJP പ്രവർത്തകരുണ്ട്, ചുറ്റുപാടും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോവാം. നമസ്കാരം, എൻ്റെ പേര് വേങ്കോട് രജിത്ത്. കരകുളം BJP കരകുളം പഞ്ചായത്ത് കമ്മിറ്റി വേങ്കോട് വാർഡിൻ്റെ പ്രസിഡന്റാണ്. വേങ്കോട് 5-ാം വാർഡ്, കരകുളം പഞ്ചായത്തിലെ വേങ്കോട് 5-ാം വാർഡിലെ ഒരു വിഷയമായി സംബന്ധിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഈ നാട്ടിലെ വേങ്കോട് വലിയവള എന്ന പ്രദേശത്ത് ഒരു പേവിഷബാധ ഏറ്റ ഒരു പട്ടിയെ ദ്രുത കർമ്മസേനയുടെ ഒരു കൂട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇതിന് ആഹാരം കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതിൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ നിരയും പതയും അസുഖബാധിതം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ വാർഡിലെ മെമ്പർ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മെമ്പറായിരുന്നെങ്കിൽ ഈ വൃത്തികെട്ട പണി എന്ന് വേണമെങ്കിൽ പറയാം, ഈ വൃത്തികെട്ട പണി ചെയ്യില്ല. കാരണം ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പട്ടിയെ കൊണ്ട് ഇടേണ്ട കാര്യമില്ല. അവർക്ക് വേറെ എന്തെല്ലാം വഴിയുണ്ട്, ആ വഴിയൊന്നും സ്വീകരിക്കാതെ ഇത്രയും ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ട് തന്നെ മെമ്പറുടെ കൊടും കാര്യസ്ഥതയും ഈ നാട്ടുകാരുള്ള ഒരു പ്രതിബദ്ധത പോലും മറന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കൂട്ടിൽ ഒരു പൂട്ട് ഇടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു നാടയിലാണ് ഈ കൂട്ടിട്ടിരിക്കുന്നത്. ഈ പട്ടിയെ രാത്രി ആരെങ്കിലും ഒന്ന് അഴിച്ചു വിട്ട് ഈ പട്ടി ഇറങ്ങി ഒരു കൊച്ചു കുട്ടിയെ കടിച്ചാൽ ആര് സമാധാനം പറയും? ഇതൊക്കെ കണക്കിലെടുത്ത് ഈ വേസ്റ്റ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ വേസ്റ്റ് ഇതിൻ്റെ അകത്തിടാനുള്ളതാണ്. ഇതിനടുത്ത് പുറത്ത് തള്ളിയിരിക്കുന്നു. എന്തിനാണ് ഇതിവിടെ കിടന്ന് അഴിവി നാറി ഈ പരിസരവാസികൾക്ക് 100% ഇവിടെ പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇതുകൂടെ ഈ കൊച്ചുകുട്ടികൾക്ക് മാറാരോഗങ്ങളുടെ അടിമയായി മാറും. ഈ പ്രതിബദ്ധതയുള്ള ഈ വാർഡിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഈ മെമ്പറാണെങ്കിൽ ഈ മെമ്പറെ ഈ അനാഭാവം അവസാനിപ്പിച്ച് ഈ പട്ടിയെ ഇവിടെ നിന്ന് മാറ്റണം. അടിയന്തരമായിട്ട് 1-2 ദിവസത്തിനകത്ത് തന്നെ മാറ്റണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മാറ്റാനുള്ള സംവിധാനം ഈ മെമ്പർ ചെയ്തില്ലെങ്കിൽ മെമ്പർക്കെതിരെ കൂട്ടമായ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ മെമ്പർക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിഷേധ പ്രകടനം നടത്താൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ ചെയ്ത തെറ്റ് ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇതിനെ അടിയന്തരമായിട്ട് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഈ പട്ടിയെ ഇവിടെ കൊണ്ടിടുകയും ഞങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ വിഷയം അറിയുകയും ഞങ്ങളെ വാർഡ് മെമ്പറും അതിൻ്റെ ബന്ധപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികാരികളെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് ഇത് മാറ്റാമെന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ഒരു സീരിയസായ ഒരു കേസ് അവർ ആ ഒരു ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്. കാരണം 1000-ഓളം ജനങ്ങൾ ഈ വഴി നിത്യവും യാത്ര ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഈ ഒരു കൂട് തന്നെ ഈ ഇത്രയും ജനവാസ മേഖലയിൽ കൊണ്ട് വയ്ക്കാൻ പാടില്ലാത്തതാണ്. നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് അതിൻ്റെ മാലിന്യങ്ങൾ റോഡിൽ ഒഴുകി മറ്റൊരു വിളപ്പശാലയാകാൻ വേണ്ടി ഇത് കാത്തു നിൽക്കാതെ ഈ
പട്ടിയും ഈ വേസ്റ്റും ഈ കൂടും ഉൾപ്പെടെ തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നതും എല്ലാ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഇവർ ഈ പണി ഇവർ കാണിക്കുമോ എന്നുള്ളതാണ് ഈ ഗൗരവമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ ചോദിക്കാനുള്ളത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പും മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഏതാനും ദിവസങ്ങൾക്കകം കഴിയുന്നതും അടുത്ത ദിവസം തന്നെ ഇത് മാറ്റേണ്ട ഒരു സാഹചര്യം നമ്മുടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ, വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന ആൾക്കാർ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ ഒന്നടങ്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് ഈ നാട്ടുകാരെ നിർബന്ധിക്കരുത് എന്നുള്ള ഒരു വിനീതമായ അപേക്ഷയും കൂടി പഞ്ചായത്ത് അധികാരികളോടും ഇവിടുത്തെ വാർഡ് മെമ്പറോടും മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് നൗഷാദ് കായ്പാടി, എക്സിക്യൂട്ടീവ് മെമ്പർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി. ഞാൻ ഈ പരിസരവാസിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽപ്പെട്ട കരകുളം ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന വാർഡ് നമ്പർ 5 വേങ്കോട് വാർഡിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. സമീപ ദിവസങ്ങളിലായി ഈ നാട്ടിലെ ജനങ്ങളെയും പൊതുജനങ്ങളെ ആകമാനം വേങ്കോട് വാർഡ് മേഖലയെ സംബന്ധിച്ച് ആ ജനവിഭാഗങ്ങളെ ആകമാനം ഭീതിയിലാഴ്ത്തിയ ഒരു പേപ്പട്ടി വിഷബാധയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ കടന്നുകൂടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പട്ടിയെ ഇവിടെ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഇതിന് പ്രതിഷേധമായിട്ട് എല്ലാ നാട്ടുകാരും, ഞങ്ങൾക്കും പട്ടികളുള്ളതാണ്, ഞങ്ങൾക്ക് വെളിയിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്.